പ്രിയപ്പെട്ടവരെ, 81 സങ്കീർത്തനത്തിൻ്റെ 1 തിരുവചനം ഇപ്രകാരം പറയുന്നു: നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടി സ്തുതിക്കുവിൻ. യാക്കോബിൻ്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പിടുവിൻ. ദൈവത്തെ മുഴുമഹത്വത്തോടെ മുഴുബലത്തോടെ സ്തുതിക്കണം, ആരാധിക്കണമെന്ന് ദൈവവചനം പറയുകയാണ്. ആകയാൽ ഈ സമയങ്ങളിലേക്ക് നാം പ്രൈസ് ആൻഡ് വർഷിപ്പിലേക്ക് കടക്കുകയാണ്. ഈ ശുശ്രൂഷയിൽ നമ്മെ സഹായിക്കുന്നത് ശാലോം ശുശ്രൂഷകനായ കുര്യൻ ജോണാണ്. അദ്ദേഹത്തോടൊപ്പം നല്ല ദൈവത്തെ മുഴുവൻ ബലവും കൊടുത്ത് നമുക്ക് അവിടുത്തെ ആരാധിക്കാം, അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹൃദയം ശാന്തമാക്കാം. കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. ഇതാ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം ലോകമെമ്പാടുമുള്ള അനേക മക്കൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാലോം TV-യോട് ചേർന്ന് കൂട്ടായ്മകളായിരുന്നുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവരുടെ ജീവിതത്തിൽ കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അവർ പ്രാർത്ഥിക്കുകയാണ്. നമ്മളൊരു വലിയ സമൂഹമുണ്ട്. ഇത് വിശ്വാസത്തിൽ നമുക്ക് കാണാം. നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഹൃദയം കൊണ്ട് കർത്താവിനെ നമുക്കൊന്ന് കാണാം. കർത്താവിനോട് നമുക്കൊന്ന് പറയാം: കർത്താവേ, ഇതാണ് ഞാൻ, എന്നെ നീ ഒന്ന് സ്വീകരിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വലതുകരമുയർത്തി നമുക്ക് ഒരിക്കൽ കൂടി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമ 10:13 പറയുക: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന വ്യക്തിയുടെ കരം പിടിച്ച് ഈ വചനം അവരോടൊന്ന് പറയാം: കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. വലതുകരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 145 സങ്കീർത്തനത്തിൻ്റെ 18 വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്: തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട സത്യം, നമ്മൾ ഹൃദയപരമാർത്ഥതയോടെ ഇന്ന് ദൈവസന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നെങ്കിൽ കർത്താവ് നമ്മുടെ സമീപത്തേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അവിടുന്ന് ആത്മാവാണ്. നമുക്കറിയാം, ആത്മാവുള്ളിടത്താണ് സ്വാതന്ത്ര്യമുള്ളത്. ദൈവം ആത്മാവാണ്. ഈ ആത്മാവിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. റോമാവചനം 12:11 പറയുന്നു: തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി നിങ്ങൾ കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കുമ്പോൾ തീഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായിട്ട് നമ്മൾ കർത്താവിനെ ശുശ്രൂഷിക്കണം. ദൈവകരങ്ങളിലേക്ക് നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ പ്രശ്നങ്ങളെയും പ്രതികൂല സാഹചര്യങ്ങളെയും എല്ലാം നമുക്കൊന്ന് ഉയർത്താം. ഈ ആരാധനയിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഇത് ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്ന സമയമാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്ന ഏത് കാര്യവും അവിടുന്ന് നമുക്ക് സാധിച്ചു തരും. നമുക്ക് വിശ്വസിക്കണം, എൻ്റെ കർത്താവ് എൻ്റെ അരികിലുണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും സന്തോഷകരമായിട്ടുള്ളത്. എൻ്റെ ദൈവം അരികിലുള്ളപ്പോൾ നമ്മൾ വിളിച്ചപേക്ഷിക്കണം കർത്താവിനെ. ഇതാ, ദൈവത്തിൻ്റെ ആലയത്തിൽ നമ്മളായിരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് ചേർന്ന് സ്തുതിക്കുമ്പോൾ അത്ഭുതകരമായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, നമ്മുടെ ആവശ്യങ്ങളിൽ പരിവർത്തിക്കുകയാണ്. നമുക്ക് ഈ നല്ല ദൈവത്തെ ഒന്ന് ആരാധിക്കാം. നമ്മുടെ കണ്ണുകളടച്ച് കരം സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ കണ്ടുകൊണ്ട് ആത്മാവ് നമ്മളിലേക്ക് വ്യാപരിക്കുവാനായിട്ട്, ആത്മാവിൻ്റെ ഒരു പുതിയ അഭിഷേകം നമ്മളിൽ പ്രാപിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കരമുയർത്തി സ്വരമുയർത്തി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൻ്റെ ഭാഷണമനുസരിച്ച്, ആത്മാവിൻ്റെ ഭാഷണമനുസരിച്ച് നമുക്ക് അവിടുത്തെ ആരാധിക്കാം. ആത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മടുപ്പ് കൂടാതെ സ്തുതിക്കുക യേശുവേ, യേശുവേ. ഈ ലോകത്തിലെ മനുഷ്യരുടെ രക്ഷയ്ക്ക് യേശുവിൻ്റെ നാമമല്ലാതെ മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു നാമത്തിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം സ്വർഗം തുറന്ന് നമ്മുടെ മേൽ കടന്നു വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഈ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6:63 പറയുന്നു: ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവും ജീവനുമാണ്. ഈ
ആത്മാവായ ദൈവത്തെ നമ്മൾ പാടി ആരാധിക്കുകയാണ്. കരമടിച്ച് ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. കാർമൽ മലയില് ദൈവം അഗ്നി ഇറക്കി, നമുക്ക് ഏലിയായിലെ ശക്തി വർഷിച്ചു. ദാനിയേലിന്റെ ജീവിതത്തില് ആത്മാവിനെ ഉണർത്തിക്കൊണ്ട് ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. ഇതാ ഈ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമായി അഗ്നിയായി കടന്നു വരും. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ഏലിയായുടെ ദൈവമേ അഗ്നി അയക്കണമേ. എലീശായുടെ ദൈവമേ ശക്തി അയക്കണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ദാനിയേലിൻ ദൈവമേ എന്നെ ഉണർത്തണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. സ്ലീഹന്മാരില് പരിശുദ്ധാത്മാവ് നിറഞ്ഞതുപോലെ നമ്മുടെ ജീവിതങ്ങളിലും പരിശുദ്ധാത്മാവ് വന്ന് നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സെഷിയോൻ ശാലയില് അഗ്നിനാളമായിട്ട് പരിശുദ്ധാത്മാവ് കടന്നു വന്നപ്പോൾ പിന്നീട് സ്ത്രീകന്മാര് വചനത്തിന്റെ സാക്ഷ്യമായി ലോകമെമ്പാടും ഓടി നടന്നു. ഈ ആത്മാവിനെയാണ് നമ്മൾ ചോദിക്കുന്നത്, ശിഷ്യന്മാരിൽ വന്ന് നിറഞ്ഞ ആത്മാവ്. സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. സ്ത്രീകന്മാരെ നയിച്ചതുപോൽ എന്നെ നയിക്കണമേ. അഭിഷേകത്തിൻ ശക്തിയാൽ എന്നെ നിറയ്ക്കണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. വചനത്തിന്റെ സാക്ഷിയായി എന്നെ അയക്കണമേ. അഗ്നിയായി ശക്തിയായി എന്നിൽ നിറയണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ജീവനേകും ആത്മാവേ ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ജീവനേകും ആത്മാവേ ജീവിതമേകും ആത്മാവേ തീയായി മാറാൻ എന്നിൽ അഗ്നി അയക്കണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ. ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. ആത്മാവേ
പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വീണ്ടും ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ ചേർന്ന് ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ ആത്മാവേ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ. അവിടുന്ന് മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ. അവിടുത്തെ കാരുണ്യം അനന്തമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം മാത്രമാണ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നവൻ. അവൻ്റെ കാരുണ്യം അനന്തമാണ്. ഈ കരുണയിലാണ് നമ്മൾ ആശ്രയിക്കുന്നത്. ദൈവം നിശ്ചയമായിട്ടും ഇന്ന് എന്നെ അനുഗ്രഹിക്കുവാനായിട്ട് കടന്നു വരും. നമ്മൾ മലാക്കി 3:12 നമ്മൾ വായിക്കുന്നുണ്ട്, അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമായി തീരും. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും കൂട്ടിക്കൊണ്ടുവന്നത് അനുഗ്രഹിക്കുവാനാണ്. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമായി തീരും. നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം നൽകുവാനായിട്ടാണ് കർത്താവ് കടന്നു വന്നത്. ഈ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ഈ ആരാധനയിൽ വിടുതലുണ്ട്, സൗഖ്യമുണ്ട്. വീണ്ടും ഇരുകരവും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമ്മെ കാണുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ കരമുയർത്തി നമുക്ക് ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ നന്ദി. ഹല്ലേലൂയ 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 ഒരിക്കൽ കൂടി ചേർന്ന് ആത്മാവേ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ ആത്മാവേ എന്നിൽ നീ കത്തിപ്പടരണമേ ആത്മാവേ എന്നെ നീ തീയായി മാറ്റണമേ